ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഭയങ്കര ഹംഗാമയായിരുന്നു അല്ലേ. രാവിലെ പ്രീ മാർക്കറ്റ് ആയപ്പോൾ ഞാൻ ഇന്ന് ഈ രാവിലെ വന്ന് വീഡിയോക്കകത്ത് വന്നിട്ട് ഞാൻ ഗ്രൂപ്പിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇത് തള്ളൊന്നും അല്ല, ഉള്ള കാര്യമാകട്ടെ, ഗ്രൂപ്പിലുള്ളവർക്കറിയാം. രാവിലെ പ്രീ മാർക്കറ്റിൽ 9:07 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം 9:07 ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ സ്ട്രക്ചർ വെച്ചിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയാലും താഴോട്ട് ഇറങ്ങി വരാനാണ് സാധ്യത എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സത്യമോ കള്ളമോ എന്ന് നിങ്ങൾ ഗ്രൂപ്പിലുള്ളവർ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലാതെ കൂടുതൽ എനിക്ക് പറയാനില്ല. വെറുതെ എനിക്ക് അപവാദം കേൾക്കാൻ വയ്യ. ഓക്കെ, അപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നേരെ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ നേരെ എന്ത് ചെയ്തു, തിരിച്ച് ഏകദേശം 100 പോയിൻറ്റോളം ഏകദേശം 100 പോയിൻറ്റോളം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു. 100 പോയിൻറ്റോളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു മിനിറ്റ്, ഇവിടുന്ന് 100 പോയിൻറ്റ് മാർക്കറ്റ് തിരിച്ച് താഴോട്ട് ഇറങ്ങി വന്നു. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ മാർക്കറ്റ് ഈ ഡോട്ടർ ലൈനാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഒരു 60 പോയിൻറ്റിൻ്റെ ക്യാൻഡിലാണ് ഈ കാണുന്നത്. ഓക്കെ, അതിനുശേഷം വീണ്ടും ഒരു 50, ഒരു 100, ഇവിടുന്ന് ഇവിടം വരെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് 100 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ കിട്ടി. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു സൂപ്പർ റിജക്ഷൻ ക്യാൻഡിൽ ഇവിടെ ഫോമായി അല്ലേ. അത് എവിടെയാണ് റിജക്ഷൻ നടന്നത്? നമ്മുടെ കറക്റ്റ് വളരെ നാളുകളായിട്ട് പണ്ട് തൊട്ടേ വരച്ചിട്ടിരുന്ന ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. വളരെ 5-6 മാസമായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ഇവിടെ ഇല്ല. ഈ ട്രെൻഡ് ലൈൻ പല പ്രാവശ്യം റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് നേരെ സൂപ്പറായിട്ട് റിജക്ഷൻ കിട്ടി ഇല്ലേ. മാർക്കറ്റ് നേരെ 100 പോയിൻറ്റ് താഴെ വന്നു, ആ ഫോൾ ക്ലിയറായി. അതിനുശേഷം നല്ല റിജക്ഷൻ ക്യാൻഡിലുണ്ടായി. മാർക്കറ്റ് നേരെ ഇവിടുന്ന് അപ്സൈഡ് പോയി, വീണ്ടും വന്ന് റീടെസ്റ്റ് ചെയ്ത് നമ്മുടെ പോയിന്റിൽ. അതിനുശേഷം മാർക്കറ്റ് ഒരു 1 വേ റാലി നടത്തി ഇല്ലേ. ഈ 1 വേ റാലിക്കകത്തിൽ ഞാൻ 1-2 കാര്യം പറഞ്ഞിരുന്നു. മാർക്കറ്റ് എൻ്റെ കാഴ്ചപ്പാട് പറയാം. മാർക്കറ്റ് ഇവിടുന്ന് ഇത്രയും താഴെ വന്നതിന് ശേഷം ഈ ഏരിയയിൽ വന്നിട്ട് ഒരു പക്ഷെങ്കിൽ റിജക്ഷൻ ഉണ്ടാകും. ഈ ഏരിയയിലോ അല്ല ഈ ഏരിയയിലോ വന്ന് റിജക്ഷൻ ഉണ്ടാകും എന്നാണ് ഞാൻ ധരിച്ചത്. കാരണം ഇത്രത്തോളം മാർക്കറ്റ് പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ നമ്മുടെ പ്രതീക്ഷയ്ക്കത്രയല്ല മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റിൻ്റെ നമുക്കൊരു അപ്സൈഡ് കൺഫർമേഷൻ വേണമെങ്കിൽ, ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്, ഒരു അപ്സൈഡ് കൺഫർമേഷൻ വേണമെങ്കിൽ നമുക്ക് ഇത് ക്രോസ് ചെയ്യണം. ഈ ഇന്നത്തെ ഓപ്പണിങ് ക്രോസ് ചെയ്യണം. നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് കൺഫർമേഷൻ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ പോകണം എന്ന് പറഞ്ഞു അല്ലേ. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഇതിൻ്റെ മുകളിൽ പോകണം. നമുക്കൊരു പുള്ളി സെറ്റപ്പ് കിട്ടണം, കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ പോകണമെന്ന് പറഞ്ഞു. മാർക്കറ്റ് ഇതും ക്രോസ് ചെയ്ത് മുകളിൽ പോയി നമ്മളുടെ 25,981 എന്ന് പറയുന്ന വര കുറേ നേരം ടെസ്റ്റ് ചെയ്തു ഇല്ലേ. ഈ ഏരിയയിലെത്തിയപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ കുറേ സി ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പം എൻ്റെ പകുതി സി എക്സിറ്റ് ചെയ്തു. ഇവിടെ വന്നപ്പോൾ എൻ്റെ മുഴുവൻ സി ഞാൻ എക്സിറ്റ് ചെയ്തു. എക്സിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ സത്യം പറഞ്ഞാൽ നിഫ്റ്റിയിൽ PE എടുത്ത് ഹോൾഡ് ചെയ്തു. എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വീഴും എന്നുള്ളതായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തു, വളരെ നേരം കൺസോൾട്ടേറ്റ് ചെയ്തു, താഴോട്ടൊന്ന് വീഴുമെന്നൊരു പ്രതീതി കാണിച്ചു, വീണ്ടും തിരിച്ചു അതുപോലെ തന്നെ മുകളിൽ പോയി. ഈ നമ്മുടെ ഏരിയ തന്നെ റിജക്റ്റ് ചെയ്തു. മാർക്കറ്റ് ഒന്ന് മേലോട്ട് പോയി 26,000 ടെസ്റ്റ് ചെയ്തു ഇല്ലേ. 26,000 ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എന്ത് ചെയ്തു, അവിടുന്ന് ഒരു നല്ലൊരു റിജക്ഷൻ ഉണ്ടായി. മാർക്കറ്റ് പിന്നെ അവിടുന്ന് ഒരു 1.5 ഫോളായിരുന്നു മാർക്കറ്റ് നേരെ താഴോട്ട് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഞാൻ നിഫ്റ്റിയിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ PEക്കെല്ലാം നല്ല രീതിയിലുള്ള അപ്രീസിയേഷൻ കിട്ടി. അതിന് ശേഷം ഈ ഏരിയ 26,000 ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ സെൻസെക്സിൽ 84,700 അല്ലേ, 84,700 അല്ലേ, അതെ 84,700 എൻ്റെ PE ഞാൻ എടുത്തിരുന്നു. നല്ല രീതിയിൽ എനിക്കൊരു അപ്രീസിയേഷൻ ഇതിനകത്തിൽ കിട്ടി. ഓക്കെ, അപ്പം ഏകദേശം 50 രൂപയുള്ള സാധനം 280 രൂപ വരെ പോയി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതിന് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കൃത്യമായി നമുക്കൊരു എൻട്രി പോയിന്റുകളുണ്ട്. അതിലെ ലെവലുകൾ നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ലെവലുകളുണ്ടായിരുന്നു. അതായത് നമ്മൾ വരച്ച ലൈനുകളില്ല, കൃത്യമായിട്ട് നമ്മുടെ 25,981 വന്ന് ടെസ്റ്റ് ചെയ്തു മാർക്കറ്റ്. അതിനുശേഷം ഇന്ന്
നല്ല രീതിയിലൊരു ഫോൾ കിട്ടി. അപ്പം ഈ ഫോൾ യൂട്ടിലൈസ് ചെയ്ത ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ തള്ളു പറയുന്നതല്ല, ഞാൻ അവരുടെ സ്ക്രീൻഷോട്ട് ഇടാത്ത അവരുടെയൊക്കെ സ്വകാര്യതയെ മാനിച്ച് മാത്രമാണ്. നല്ല രീതിയിൽ അവർക്ക് ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. എനിക്കും അതിനകത്ത് അഭിമാനമുണ്ട്, അവർക്കും അതിനകത്ത് അഭിമാനമുണ്ട് പറയുന്നതിനകത്തിൽ. ഓക്കെ, അപ്പം പറഞ്ഞവർക്കറിയാം ആരൊക്കെയാണ് പറയുന്നുള്ള കാര്യം. അത് വെളിപ്പെടുത്തി അതും ഷോ കാണിച്ച് ഗ്രൂപ്പിൽ ഷോ അല്ല യൂട്യൂബിൽ ഷോ കാണിച്ച് ഞാനാണ് വലിയ മഹാസംഭവമാണെന്ന് കാണിക്കുകയാണെന്ന് എനിക്ക് താല്പര്യമില്ല. അതിനുള്ള കാര്യമില്ല. നമുക്ക് ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. നമ്മൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? നമുക്ക് ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. ഈ ഏറെ ദൂരം സഞ്ചരിക്കുന്നതിനിടയിൽ പല രീതിയിലുള്ള അപവാദങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കിതിനൊന്നും നേരമില്ല. ഇതിനൊന്നും മറുപടി പറയാനോ അല്ലെങ്കിൽ ഇതിനൊന്നും തിരിച്ച് അതുപോലെ മറുപടി പറയാനൊന്നും നമുക്ക് നേരമില്ല. നമുക്ക് യാത്ര ഇനി മുന്നോട്ട് നമുക്ക് വിശാലമായിട്ട് കിടക്കാം. നമുക്ക് യാത്ര ചെയ്യണം. യാത്ര ചെയ്ത് നമുക്ക് ഈ മാർക്കറ്റിനെ എന്ത് ചെയ്യണം? കീഴ്പ്പെടുത്തണം. നമ്മുടെ കൈവരുതിയിലാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പം നമുക്കിനി നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതാണ് ചോദ്യം. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് എവിടെയാണ്? കറക്റ്റ് ഓപ്പൺ ചെയ്തത് എവിടെയാണോ അതിന് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മൾ വരച്ച ലൈനിൽ തന്നെയാണ് അല്ലേ? ചുമ്മാതെ അറിഞ്ഞും പറഞ്ഞും വരച്ച ലൈനിൽ ഇപ്പം മനസ്സിലായല്ലോ. ഈ വരകളൊന്നും അറിഞ്ഞും പറഞ്ഞും വരച്ചതല്ലെന്നും കൃത്യമായിട്ട് സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്നും അത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും. ഓക്കെ, മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു. ഇനി നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് ഡേറ്റ വന്നില്ല. ഡേറ്റയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. നാളെ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിട്ടുപോകും പല കാര്യങ്ങളും. അതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അതൊന്ന് എഴുതി പറഞ്ഞിട്ട് ഓക്കെ. അപ്പോൾ ഇന്നലെയാണ് ഞാൻ ഇൻഫ്ലേഷൻ ഡേറ്റയുടെ കാര്യം പറയാൻ വിട്ടുപോയി. പലരും എന്നോട് ഈ സാറേ എന്താ മറന്നുപോയി. ഞാൻ പറഞ്ഞു മറന്നുപോയി, കാരണം എല്ലാം കൂടെ മനസ്സിലാക്കി നിൽക്കണ്ടേ. അപ്പോൾ ഇന്നലെ നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിട്ടുണ്ട് 2.8 ആയിരുന്നു. വളരെ നല്ല ഇൻഫ്ലേഷൻ ഡേറ്റയാണ്. ഇത് നമ്മുടെ മാർക്കറ്റിൻ്റെ എക്കണോമിയെ വളരെ സ്ട്രെങ്തൺ ചെയ്യുന്ന, മുന്നോട്ട് കുതിക്കാൻ ഉതകുന്ന രീതിയിലുള്ളൊരു ഡേറ്റയായിരുന്നു ഇന്നലെ വന്ന 2.8. ഓക്കെ, ഇന്നിനി മാർക്കറ്റ് എന്തുകൊണ്ട് ലാസ്റ്റ് മൊമെൻറ്റ് ഫോൾ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ നമ്മുടെ മുന്നിൽ വലിയൊരു ഇവൻ്റ് ഉണ്ട് ഇല്ലേ? ഞാൻ എപ്പോഴും ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു ഇവൻ്റ് ഉള്ളപ്പോൾ നമ്മൾ മാർക്കറ്റിൽ എന്ത് ചെയ്യണം? വളരെ സൂക്ഷിച്ച് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നാളെ ഒന്നാമത്തെ കാര്യം ബീഹാർ ഇലക്ഷനാണ്. അപ്പോൾ ബീഹാർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ന്യൂസുകൾ മാർക്കറ്റ് കറങ്ങുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അപ്പം ഏതെങ്കിലും കാരണവശാൽ NDAക്ക് എതിരാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്രാഷ് ആകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാനല്ല പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന 2 സൈറ്റുകളാണ്. ഒന്ന് മണി കൺട്രോൾ, ഒന്ന് എക്കണോമിക് ടൈംസ്. ഇവർ രണ്ടുപേരും അതിനകത്തിൽ ഒരു ആർട്ടിക്കിൾ വന്നതാണ്. NDAക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഭൂരിപക്ഷം കുറയുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്രാഷ് ആകാനുള്ള സാധ്യത ഉണ്ട്. 4 to 5% ക്രാഷ് ആകാനുള്ള സാധ്യത ഉണ്ടെന്ന്. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലില്ല. നമ്മൾ അതിൻ്റെ ഒഴുക്കെടുത്ത് അതിൻ്റെ കൂടെ അങ്ങ് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ? നമുക്കിപ്പോൾ നമ്മൾ ദൈവമൊന്നുമല്ലല്ലോ നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി. അപ്പം ഒന്നാമത്തെ കാര്യം അത്. അപ്പം നമുക്ക് നാളെ ഇലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. മാർക്കറ്റ് അതിൻ്റെ കൂടെ സഞ്ചരിക്കുക. അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര വോളറ്റൈലായിരിക്കും മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഈ ബീഹാർ ഇലക്ഷൻ 1. അപ്പോൾ അതിനകത്ത് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്കൊരു 11 മണിക്ക് ആകുമ്പോഴത്തേക്ക് അതിനകത്ത് ക്ലാരിറ്റി വരും. രണ്ടാമത്തെ കാര്യം US-ൻ്റെ ട്രേഡ് ഡീലാണ്. ഏത് നിമിഷവും ഈ ബീഹാർ ഇലക്ഷൻ കഴിയാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ട്രേഡ് ഡീൽ പ്രഖ്യാപിക്കാൻ. ഏത് നിമിഷവും ട്രംപ് നമുക്ക് എതിരെയുള്ള താരിഫ് കുറയ്ക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പറക്കും. ഓക്കെ, ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പം ഇലക്ഷൻ കഴിഞ്ഞാൽ ഏത് നിമിഷവും 25% താരിഫ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫൈൻ അടിച്ചേക്കുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യും? നമ്മുടെ മാർക്കറ്റ് അതിനെ പോസിറ്റീവായിട്ട് എടുക്കും, നേരെ പറക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം അത് ട്രംപ് ഇപ്പോൾ കുറച്ച് മയപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയോടുള്ള സമീപനത്തിലാണെങ്കിൽ ഒത്തിരി മയം വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് നിമിഷവും അത് പ്രഖ്യാപിക്കും. പ്രത്യേകിച്ച് അത് മാത്രമല്ല, അടുത്ത മാസം നമ്മുടെ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. അപ്പം പല ഡീലുകളും സൈൻ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ തണുപ്പിക്കണമെങ്കിലും ഇതിനകത്ത് ഒരു സമവായമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രംപിന് എന്തെങ്കിലുമൊക്കെ ചെയ്തേ ഒക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ട്രേഡ് ഡീൽ ഉടനെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ഇൻ്റർനാഷണൽ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മൂഡീസ്. ഓക്കെ, മൂഡീസ് നമ്മുടെ ഇന്ത്യയുടെ ഗ്രോത്തിനെ സ്റ്റേബിളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് 6.5 എന്ന് പറയുന്ന GDP. ഓക്കെ, 6.5 എന്ന് പറഞ്ഞ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ ഈ ചുമ്മാ വളവളാന്ന് പറയും. ഒരുത്തന്നെ ഇന്നലെ താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്നു, അങ്ങേര് വന്ന് 15 മിനിറ്റ് വളവള സംസാരിക്കുകയും 5 മിനിറ്റ് കാര്യം പറയുകയും ചെയ്തു. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എൻ്റെ സഹോദരങ്ങൾ. ഇതൊന്നും അറിയാൻ വയ്യാതെ നിങ്ങൾ മാർക്കറ്റിൽ പോയി ട്രേഡ് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ താഴോട്ട് പൊട്ടി വീഴുമ്പോഴോ മുകളിലോട്ട് കയറുമ്പോഴോ എന്തുകൊണ്ട് കയറുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കറ്റ് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ എനിക്ക് വലിയ ഇതുണ്ടായിട്ടല്ല, ഞാനിത് തള്ളാൻ വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. അപ്പം GDP
GDP 6.5 സ്റ്റേബിളാണിത്. സ്റ്റേബിൾ റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 26-27ലും ഇന്ത്യയുടെ എക്കണോമി വളരെ സ്ട്രോങ് ആയിരിക്കുന്നു. മൂഡീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ റേറ്റിംഗ് ഏജൻസിയാണ്. അവർ ചുമ്മാ ഒന്നും അങ്ങനെ പറയത്തൊന്നുമില്ല. ഓക്കെ, അപ്പം സ്റ്റേബിൾ ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്. അപ്പം അത് നമുക്കൊരു പോസിറ്റീവ് സംഭവമാണ്. അടുത്ത കാര്യം നമുക്ക് US ട്രേഡ് ഡീല് വരുന്നുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളാണ്, ഇത്രയും കാര്യങ്ങളാണ് പോസിറ്റീവായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു നെഗറ്റീവ് കാര്യം ഇപ്പോൾ വരുന്നുള്ളത്, നമ്മുടെ ഇന്ത്യക്കകത്തൊരു ബ്ലാസ്റ്റ് ഉണ്ടായെന്ന് നമുക്ക് കേട്ടല്ലോ, ബ്ലാസ്റ്റ്. അപ്പോൾ ഇതൊരു ടെററിസ്റ്റുകൾ ചെയ്ത പണിയാണെന്ന് ഓൾറെഡി ഇന്ത്യ പത്രസമ്മേളനത്തോട് സമ്മതിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിന്നെ ഇപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുമ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചത് തുർക്കിഷ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പ് വഴിയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് എന്ന് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് മാർക്കറ്റ് എങ്ങനെ എടുക്കുമെന്നോ അല്ലെങ്കിൽ ഇന്ത്യ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നോ ഒന്നും നമുക്കറിയത്തില്ല. ഇത് ഒരു അൺസർട്ടനിറ്റി ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുക, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ്സ് ഇനി വരുന്ന ദിവസങ്ങളിൽ മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി എനിക്ക് കിട്ടിയ സംഭവം ഞാൻ പറഞ്ഞത് മാത്രമല്ല, NDTVയിലും മറ്റുള്ള ഇന്ത്യ ടൈംസിലും ഒക്കെ ഈ ന്യൂസ് ഉണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേറ്റ ഇപ്പം വന്നിട്ടുണ്ട്. ഡേറ്റ നോക്കട്ടെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഡേറ്റ വന്നിട്ടുണ്ട്. 88% തന്നെയാണ് ഇന്നും ഷോർട്ട്. യാതൊരു മാറ്റവും ഇല്ല. അണ്ണന്മാർക്ക് യാതൊരു മാറ്റവും ഇല്ല. 88% ഷോർട്ട് ഇന്നും അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുമെന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയാം. ഓക്കെ, ഇവന്മാർ എന്തിനു വേണ്ടിയാണ് ഈ 88% ഷോർട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മാർക്കറ്റിൽ എപ്പോഴും എന്താണ് ഒരു ഭീതി ഉണ്ട് മാർക്കറ്റിൽ, ഇല്ലേ? എപ്പോഴും പൊട്ടും എന്നൊരു ഭീതി മാർക്കറ്റിൽ ഉണ്ട്. അതിനിടയിലാണ് 26,000 ഇപ്പോൾ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം ഞാനിപ്പം തമ്പനയിൽ എഴുതിയ പോലെ കലുഷിതമായിരിക്കും കാര്യങ്ങൾ. അപ്പം നാളെ ഇനി എന്താ സംഭവിക്കുന്നത്? നാളെ മാർക്കറ്റിൽ എന്താ സംഭവിക്കാനുള്ളത് ഇപ്പോൾ ഇതേ പോയിന്റിലാണ്, കറക്റ്റ് നമ്മുടെ സപ്പോർട്ടിലാണ് മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്നത്, ഇല്ലേ? അപ്പോൾ നമുക്കിനി ഉള്ളതെന്ന് വെച്ചാൽ ഞാനെപ്പോഴും പറഞ്ഞ പോലെ നമുക്ക് ഈ ട്രെൻഡ് ലൈനാണ് നമ്മുടെ മാർക്കറ്റ് രേഖ. ഇവിടുത്തെ മാർക്കറ്റ് താഴോട്ട് വന്ന് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറണം, സപ്പോർട്ട് എടുത്താൽ. ഇല്ല, ഈ ട്രെൻഡ് ലൈൻ പൊട്ടിക്കഴിഞ്ഞാൽ ഇത് കൺഫർമേഷനാണ്. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് പോയാൽ നേരെ താഴോട്ട് ഇനി പോരും, യാതൊരു ദാക്ഷിണ്യവും കാണത്തില്ല. ഓക്കെ, നമ്മുടെ ഓരോ ലെവലുകൾ വരച്ചിട്ടിട്ടുണ്ട്. ഓരോ ലെവലുകളിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് കയറാൻ വേണ്ടി ശ്രമിക്കും. ആ ശ്രമം എത്രത്തോളം വിജയകരമാണ് അല്ലെങ്കിൽ നിങ്ങൾ പ്രൈസ് ആക്ഷൻ വഴി നോക്കി കാണുക, എന്നിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, താഴോട്ട് നമുക്ക് ലെവലുകൾ വരച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇല്ലേ? താഴെ നോക്കിക്കേ, കറക്റ്റ് മാർക്കറ്റ് നമുക്കിപ്പോൾ സപ്പോസ് നാളെ ഒരു ഈ റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് 25,934 ഇടയ്ക്ക് ഈ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പിൽ വല്ല ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു നോക്കുക. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് മാർക്കറ്റ്, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട്. പക്ഷേങ്കിൽ കൺഫർമേഷൻ നമുക്ക് സപ്പോർട്ട്, നമുക്കിവിടെ ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ സപ്പോർട്ടിലൂടെ ട്രെൻഡ് ലൈൻ ഉണ്ട്. ട്രെൻഡ് ലൈനിൽ നേരെ തിരിച്ച് കയറണം മാർക്കറ്റ് ഒരു ബൈയിങ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനിൽ നേരെ തിരിച്ച് കയറണം. ഇല്ലയെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് ഇറങ്ങി വന്ന് ഈ സപ്പോർട്ട് പൊട്ടിച്ചാൽ പിന്നെ നേരെ താഴോട്ടിഞ്ഞ് പോരും. ഓക്കെ, മനസ്സിലായല്ലോ പറഞ്ഞേ? അപ്പം മാർക്കറ്റ് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫർമേഷൻ ഇത് തന്നെയാണ് കൺഫർമേഷൻ. ഒത്തിരി ദൂരമൊന്നും പോകണ്ട. ഇത് മേലോട്ട് ക്രോസ് ചെയ്താൽ മാത്രം മതി. ഇത് ക്രോസ് ചെയ്ത് ഇവിടെ സസ്റ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഇവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ച് കയറി പോകണം. ഇല്ല, ഇവിടെയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് കയറി ഇവിടെ സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ച് കയറി പോകണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 26,000 എന്ന കടന്നെങ്കിൽ മാത്രമേ, 26,000 കടന്ന് മോളി ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, നമുക്ക് ഒരു ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക് ഇനിയും ഫർദറായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എപ്പോഴും 26,000 ഒരു സെല്ലിംഗ് പ്രഷർ എപ്പോഴും മാർക്കറ്റിലോട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഡേ ക്യാൻഡിലും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. ഡേ ക്യാൻഡിലൂടെ നോക്കിയേക്കാം. അത് നോക്കിക്കേ, ഡേ ക്യാൻഡിൽ നമ്മൾ വരച്ചിട്ടിട്ടുണ്ട്, അല്ലേ? നോക്കിയേ, കണ്ടോ? നമ്മൾ ഇന്നലെ വരച്ച ഇത് വളരെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വരച്ച വരയാണ്. ഇത് ഈ വരച്ചിട്ടേക്കുന്നതാണ്, അന്ന് മുതൽ ഇവിടെ കിടക്കുന്ന വരയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് ഇതിന് മുകളിൽ ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അപ്പർ സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്ന് ക്ലോസിങ് കിട്ടിയേക്കുന്ന ഈ ലൈൻ്റെ താഴെയാണ്. അപ്പോൾ ഇത് ഡോജ് പോലെയാണ് ഇപ്പോൾ കാണുന്നത്, ഇല്ലേ? ഇത് അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിൽക്കുകയാണ്. അപ്പം ഇവിടെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് ഈ പറയുന്ന ഈ ഹൈ ആയിരിക്കും ഡേ വൈസിൽ.
ഒക്കെ 25,661 എന്ന് പറയുന്ന ഒരു സപ്പോർട്ടായിരിക്കും നമുക്ക് ഉള്ളത്, മെയിനായിട്ട് സപ്പോർട്ടുള്ളത്. ഓക്കെ, ഡേ വൈസിൽ. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അതങ്ങ് മാറ്റിയേക്കാം. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ഓപ്പൺ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് അടുത്തത് സെൻസെക്സ് എടുക്കാം. സെൻസെക്സിലൊന്നും പറയാനൊന്നുമില്ല പ്രത്യേകിച്ച്. നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നേരെ താഴെ വന്നു. കറക്റ്റ് നമുക്ക് ടാർഗറ്റ് ഓൾറെഡി ഉണ്ട്. ടാർഗറ്റ് നമ്മൾ വരച്ച ലൈനിൽ തന്നെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട് ഇല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് സെൻസെക്സിൽ അത്ര വലിയ ആക്യുറസി ഒന്നും കിട്ടത്തില്ല, പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ട്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ലെവലുകൾ കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് സംഭവവാസങ്ങളൊന്നും ഇല്ല. കാരണം നിഫ്റ്റിയെ നോക്കി ട്രേഡ് ചെയ്യാൻ ഒരുവിധമൊക്കെ പറ്റും സെൻസെക്സ് ചെയ്യുന്നവർക്ക്. ഓക്കെ, എങ്കിലും നിങ്ങൾക്ക് ലെവൽ അറിയാൻ വേണ്ടി ചിലർക്ക് ഇത് കിട്ടിയേ ഒക്കത്തുള്ളൂ എന്നുള്ളവർക്ക് വേണ്ടിയാണ് ഈ ലെവൽ ഇട്ടേക്കുന്നത് ഇവിടെ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഇച്ചിരി സ്ട്രോങ് ആയിരുന്നു, മറ്റവരെക്കാളും നിഫ്റ്റിയേക്കാളും ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിരുന്നു. കാരണം നിഫ്റ്റി സീറോയിൽ മീൻസ് ഫ്ലാറ്റിൽ ക്ലോസ് ചെയ്തപ്പം ബാങ്ക് നിഫ്റ്റി ഏകദേശം 107 പോയിന്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുക. അത് മാത്രമല്ല മാർക്കറ്റ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് നമ്മുടെ ലൈനിൽ നിന്ന് തട്ടി അടുത്ത ടാർഗറ്റ് എത്തി ഇല്ലേ, 58,576 ടാർഗറ്റിലെത്തി. എത്തിയതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് വീണെങ്കിലും ഈ പോയിന്റിലെത്തിയില്ല, പകുതിക്ക് വെച്ച് ക്ലോസ് ആയി ഇല്ലേ. അപ്പം ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക? നാളെ താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഇത് സപ്പോർട്ട് എടുക്കുക, നമ്മൾ നോക്കുക, ഇവിടെ തിരിച്ച് കയറി നോക്കുക, അല്ലെങ്കിൽ ഇത് പൊട്ടുമോ നോക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കൂടുതൽ പറയാം. നമ്മുടെ മിഡ് ക്യാപ്പ് ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. മിഡ് ക്യാപ്പ് ഓൾ ടൈം ഹൈ ആണ്. വീഴുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് വീഴുന്നത് മിഡ് ക്യാപ്പ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. മിഡ് ക്യാപ്പ് ഇന്നലെ കയറിയതാണ്. ഇന്നലെ കയറി നമ്മുടെ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് വന്നൊരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയെങ്കിലും അടപടല നേരെ വീഴുന്നതിനേക്കാൾ കൂടുതൽ നേരെ താഴോട്ട് പോരുമായിരുന്നു. കണ്ടല്ലോ, നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. 28 പോയിന്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് വീഴുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് വീഴുന്നത് മിഡ് ക്യാപ്പ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെപ്പറ്റി, ഇന്നത്തെ മാർക്കറ്റിനെ പറ്റി പറയാൻ. അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായി ലെവലുകൾ നോക്കി മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ലെവലുകൾ എത്തുമ്പോഴോ അല്ലെങ്കിൽ സപ്പോർട്ടുള്ള റെസിസ്റ്റൻസിൽ മാത്രം നിങ്ങൾ ട്രേഡുകൾ എടുക്കാനും ഇറങ്ങാനും നിങ്ങൾ ശ്രമിക്കുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. എന്നും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ പ്രത്യേകിച്ച് എന്നും അതിനെപ്പറ്റി ആവർത്തന വിരസത ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും നാളെ ഞാൻ ഫുള്ളായിട്ട് മാർക്കറ്റിൽ കാണും. നാളെ വെള്ളിയാഴ്ച അവധിയല്ലേ, നാളെ കാണും ഞാൻ. അപ്പം നമുക്ക് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.